നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സർവകലാശാലകളിലെ ഗവർണറുടെ അധികാരം ഇല്ലാതാക്കാനുള്ള സുപ്രധാന നീക്കവുമായി സർക്കാർ. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണർക്ക് പകരം വിദ്യാഭ്യാസ വിദഗ്ധരെ ഓരോ സർവകലാശാലകളിലും ചാൻസലർമാരാക്കാനാണ് തീരുമാനം. സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ കാര്യങ്ങൾ മാത്രമേ നിയമമാകൂ. തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള നീക്കം നടക്കില്ലെന്നും ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗവർണർ. മുഖ്യമന്ത്രിയുമായി വ്യക്തിവിരോധമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിരുത്തരവാദപരമായ നിലപാടുകളെയാണ് ചോദ്യം ചെയ്യുന്നത്. പരിണിത ഫലം അനുഭവിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് താൻ തയ്യാറെന്നും ഗവർണർ. വെല്ലുവിളിച്ചു ഗവർണർ. 15-ന് നടക്കുന്ന രാജ്ഭവൻ സമരത്തിൽ സമരക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ തയ്യാറാണ്. ഒരു കേന്ദ്രസേനയും വിളിക്കില്ലെന്നും ഗവർണർ. സർവകലാശാലകളുടെ അക്കാദമിക് നിലവാരം ഉയർത്താൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഊർജം പകരുന്നതാണ് മന്ത്രിസഭാ തീരുമാനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിദ്യാഭ്യാസ വിചക്ഷണരായ വ്യക്തികൾ ചാൻസലർ പദവിയിലെത്തുന്നത് ഗുണം ചെയ്യും. ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും ആർ ബിന്ദു. സർവകലാശാലയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനെന്ന് പി രാജീവ്. സർവകലാശാലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് പുതിയ തീരുമാനം. ഇതിന് ഗവർണറുമായി യാതൊരു ബന്ധവുമില്ല. കുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ ആദ്യം അംഗീകരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരെന്നും മന്ത്രി. ഗവർണർക്കെതിരെ വി ശിവൻകുട്ടി. ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരെ ഓടിച്ചുവിട്ട നാടാണിത്. സദാ RSSകാരന്റെ നിലവാരത്തിലേക്ക് ഗവർണർ തരം താഴുന്നു. ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സംഭവിച്ചതെന്താണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അന്ന് അതുവഴി പോയതാണ് രാമസ്വാമി അയ്യർ. പിന്നെ കണ്ടിട്ടില്ല. ഒരുപാട് സമര പാരമ്പര്യമുള്ള സ്ഥലമാണ് കേരളമെന്നും ശിവൻകുട്ടി. പിൻവാതിൽ നിയമനം ലക്ഷ്യമിട്ടാണ് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AKG സെന്ററിൽ നിന്ന് നിയമനം നടത്താനാണ് പുതിയ നീക്കം. അധ്യാപകരെയും പിൻവാതിൽ വഴി നിയമിക്കുന്ന സാഹചര്യം വരും. അത് അംഗീകരിക്കില്ലെന്നും സതീശൻ. സർവകലാശാലയിൽ ഗവർണറുടെ അധികാരം നിലനിർത്തണമെന്ന K സുധാകരൻ. ഗവർണർ ഭരണഘടന നൽകുന്ന അധികാരത്തിൽ നിൽക്കണം. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള ബില്ലിനെ നിയമസഭയിലെത്തിയാൽ ശക്തമായി എതിർക്കുമെന്നും KPCC പ്രസിഡന്റ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായി രമേശ് ചെന്നിത്തല. ചാൻസലർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കാൻ സന്നദ്ധനായി ഗവർണർ 4 കത്ത് നൽകി. എന്നാൽ സ്ഥാനത്ത് തുടരണമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഗവർണറെ മാറ്റിയാൽ കേരളത്തിലെ ഇടത് സഹയാത്രികരുടെ കൈയിലേക്ക് സർവകലാശാല ഭരണം പോകുമെന്നും ചെന്നിത്തല. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേട്ടമുണ്ടാകില്ലെന്ന് K മുരളീധരൻ. ഓർഡിനൻസ് ഒന്നിനും പരിഹാരമല്ല. മുഖ്യമന്ത്രിയോ CPMന് താൽപര്യമുള്ള ആരെങ്കിലുമോ ആ സ്ഥാനത്ത് വരുന്നതിൽ കാര്യമില്ല. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് സമഗ്ര നിയമം കൊണ്ടുവരികയാണ് വേണ്ടതെന്നും മുരളീധരൻ. ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തീരുമാനം വിചിത്രമെന്ന് BJP നേതാവ് MT രമേശ്. ഗവർണർ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നതെന്നും MT രമേശ്. ഭരണഘടനാപരമായി ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടണമെന്ന ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി. മറ്റൊരു തീരുമാനമെടുക്കാൻ ഗവർണർക്ക് പറ്റില്ലെന്നും PDT ആചാരി. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയ വൈസ് ചാൻസലർമാരിൽ 10 പേർക്ക് നേരിട്ടെത്തി വിശദീകരണം നൽകാൻ ഗവർണർ അവസരം നൽകും. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രൻ ഒഴികെയുള്ള VCമാർ ഹിയറിംഗിന് ഹാജരാകാൻ സന്നദ്ധത അറിയിച്ചു. VCമാരുടെ ഹർജിയിൽ കോടതി വിധി വന്ന ശേഷമാകും ഗവർണർ അവരെ ഹിയറിംഗിന് വിളിക്കുക. ഗവർണർക്കെതിരായ വധഗൂഢാലോചനയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് കുമാറാണ് ഹർജി നൽകിയത്. സാങ്കേതിക സർവകലാശാല VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന് സംരക്ഷണം നൽകണമെന്ന് രാജ്ഭവൻ.
ചീഫ് സെക്രട്ടറിക്കും DGPക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമാണ് രാജ്ഭവൻ നിർദ്ദേശം നൽകിയത്. KTUVCയുടെ ചുമതല നിർവഹിക്കാൻ സംരക്ഷണം നൽകണമെന്നും അതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നുമാണ് നിർദ്ദേശം. കൈരളി മീഡിയ 1 ചാനലുകളെ പുറത്താക്കിയപ്പോൾ മറ്റ് മാധ്യമപ്രവർത്തകരും ചാനൽ പ്രവർത്തകരും ഇറങ്ങിപ്പോകണമായിരുന്നുവെന്ന് K. മുരളീധരൻ. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അഹന്തയ്ക്ക് അറുതി വരികയുള്ളൂ. ഗവർണർ മുഖ്യമന്ത്രിയെ ചീത്ത പറയുന്നത് എന്തിനാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും മുരളീധരൻ. ഗവർണർ മാധ്യമങ്ങളെ പുറത്താക്കിയതിനോട് യോജിപ്പില്ലെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ മുഖ്യമന്ത്രി പുറത്താക്കിയപ്പോൾ മാധ്യമങ്ങൾ പ്രതിഷേധിച്ചില്ല. മാധ്യമ നിയന്ത്രണത്തിലുള്ള നിയമനിർമ്മാണത്തെ പ്രതിപക്ഷം എതിർക്കും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഗവർണറെന്നും ചെന്നിത്തല. RSS ശാഖ സംരക്ഷിക്കാൻ ആളെ വിട്ടു നൽകിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി KPCC പ്രസിഡന്റ് K. സുധാകരൻ. എടക്കാട്, തോട്ടട, കീഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPM ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ശാഖയിലേക്ക് ആളെ അയച്ച് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും സുധാകരൻ. RSSന്റെ ആയാലും സംഘടനാ പ്രവർത്തനം തടഞ്ഞാൽ അതിന് എതിരെ പ്രതികരിക്കുമെന്ന് K. സുധാകരൻ. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. അത് തടസ്സപ്പെടുത്തിയാൽ സംരക്ഷണം കൊടുക്കും. തനിക്ക് BJP ബന്ധം ഉണ്ടെന്ന ആക്ഷേപം അടുത്ത കാലത്താണ് വന്നത്. തോന്നിയാൽ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പോകുമെന്നല്ലെന്നും സുധാകരൻ. K. സുധാകരന്റെ പ്രസ്താവനയിൽ അത്ഭുതമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂരിൽ RSSും കോൺഗ്രസും തമ്മിൽ പരസ്പര സഹകരണമാണെന്നും ഗോവിന്ദൻ. കത്ത് വിവാദത്തിലെ സ്വന്തം അഭിപ്രായം തിരുത്തി KPCC പ്രസിഡന്റ് K. സുധാകരൻ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മാപ്പ് പറഞ്ഞാൽ പോരാ, രാജിവെക്കുക തന്നെ വേണമെന്ന് KPCC പ്രസിഡന്റ്. വിഷയം UDFൽ ചർച്ച ചെയ്യുമെന്നും സുധാകരൻ. KPCC അധ്യക്ഷൻ K. സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മേയർ രാജിവെക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പൊതു തീരുമാനമെന്ന് സതീശൻ. പൊതുജനങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്നായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. കത്ത് വിവാദത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം നഗരസഭയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല. 10,000കണക്കിന് പിൻവാതിൽ നിയമനങ്ങളാണ് കേരളത്തിൽ നടന്നത്. യുവജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണിതെന്നും സതീശൻ. നഗരസഭാ കത്ത് വിവാദത്തിൽ ഏത് ഏജൻസി അന്വേഷിച്ചാലും CPM നേതാക്കൾ പ്രതികളാകുമെന്ന VD സതീശൻ. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തട്ടിപ്പാണ്. കത്ത് കിട്ടിയില്ല എന്ന നിലപാട് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണെന്നും സതീശൻ. കത്ത് വിവാദത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ശക്തമായ പ്രതിഷേധം. മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുരക്ഷാ വലയം ഭേദിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ നഗരസഭ അങ്കണത്തിൽ കടന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് ആസ്ഥാനത്തിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. സമരക്കാർ തോമസ് ഐസക്, P. ശ്രീരാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ കോലം കത്തിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ പാലോടിന്റെ പരാതിയിൽ ഓംബുഡ്സ്മാൻ കേസ് രജിസ്റ്റർ ചെയ്തു. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ, വിശദാംശങ്ങൾ. സുധീർ ഷാ പാലോട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ
തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. പരാതി ഓംബുഡ്സ്മാൻ ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. തദ്ദേശഭരണ ഓംബുഡ്സ്മാനാണ് മേയർക്കെതിരെയുള്ള പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട് വിവാദമായ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു പരാതി നൽകിയതിലൂടെ ആവശ്യപ്പെടുന്നത്. നേരത്തെയും ഈ തരത്തിൽ വഴിവിട്ട നിലയ്ക്ക് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് അതായത് ഈ നഗരസഭാ ഭരണത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്ന നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. യോഗ്യരായ ആളുകളെയാണോ ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ളത്? മാത്രവുമല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, അതായത് PSC വഴി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനമാണ് നിയമപ്രകാരം നടത്തേണ്ടത്. അത്തരത്തിലല്ലാതെ നടന്ന നിയമനങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണവും നടപടിയുമാണ് ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പരാതി വിജിലൻസിലേക്ക് പോയിരുന്നു. മേയർക്കെതിരെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലർ ശ്രീകുമാർ പരാതി നൽകിയത്. ഇങ്ങനെ വിവിധ ഏജൻസികൾക്ക്, സംസ്ഥാന ഏജൻസികൾക്ക് യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഹരിയ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. CSI ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദർശേരിക്കെതിരെ നടപടി. സംസ്ഥയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഫൈസിയെ നീക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. ഇന്ന് ചേർന്ന സമസ്ത മുഷാവറയിലാണ് തീരുമാനം. ഇക്വറ്റോറിയൽ ഗിനിയിൽ നാവികസേന പിടികൂടിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാവികരുടെ മോചനത്തിനായി നയതന്ത്ര നീക്കം. മോചനത്തിനായി നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇടപെട്ടു. കപ്പലിന്റെ യാത്രാരേഖകൾ നൈജീരിയയ്ക്ക് കൈമാറി. മോചനത്തിനായി അന്താരാഷ്ട്ര കോടതിയെ കപ്പൽ കമ്പനി ഉടൻ സമീപിക്കും. ഇക്വറ്റോറിയൽ ഗിനിയിൽ തടവിൽ കഴിയുന്ന വിജിത്തിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഇപ്പോഴും തടവിൽ തന്നെയാണ്. ഭക്ഷണവും വെള്ളവും ലഭിച്ചു. എങ്കിലും ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും വിജിത്ത്. സിറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. കർദിനാൾ ജോർജ് ആലഞ്ചേരി നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. നേരിട്ട് ഹാജരാകണമെന്ന കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആലഞ്ചേരിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ദിലീപിന് നോട്ടീസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. അഭിഭാഷകൻ മുഖേന നോട്ടീസ് നൽകാനാണ് നിർദ്ദേശം. സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ഓഡിയോ ക്ലിപ്പിലാണ് ദിലീപ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുമെന്ന തരത്തിലുള്ള സംഭാഷണം നടത്തിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. ലോട്ടറി കേസിൽ നാഗാലാൻഡ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിക്കെതിരെ കേരളം എതിർ സത്യവാങ്മൂലം നൽകി. സ്വകാര്യ ഏജൻസിയെ ലോട്ടറി വിൽക്കാൻ ഏൽപ്പിച്ച നാഗാലാൻഡ് സർക്കാർ തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് കേരളം. ടെലിവിഷൻ ചാനലുകൾക്ക് മാർഗനിർദ്ദേശവുമായി കേന്ദ്രം. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ പരിപാടികൾ സംപ്രേഷണം ചെയ്യണം. അത്തരം പരിപാടികൾക്കായി അരമണിക്കൂർ മാറ്റിവെക്കണം. പുതുക്കിയ മാർഗനിർദ്ദേശമാണ് പുറത്തിറക്കിയത്. ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടി വേണമെന്ന സുപ്രീം കോടതി. ലഹരി വിൽപ്പനയ്ക്ക് പിന്നിലെ യഥാർത്ഥ കരങ്ങളെ കണ്ടെത്തുന്നില്ല. അതിർത്തി മേഖലകളിലടക്കം ലഹരിക്കടത്ത് കൂടുകയാണ്. വൻകിടക്കാർ നിയമത്തിന് പുറത്തു നിൽക്കുന്നു. പിടിയിലാകുന്നത് ചെറുകിടക്കാർ മാത്രമെന്നും സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2 വർഷക്കാലമാകും ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ കാലാവധി. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 68 അംഗ നിയമസഭയിലേക്ക് ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ്. സംസ്ഥാന ഭരണം നിലനിർത്താൻ BJPയും ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. ഹിമാചലിലെ ചമ്പിയിലെ റാലിയിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത വിമർശനം ഉന്നയിച്ചു. കുടുംബാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന് അസ്ഥിരതയും അഴിമതിയും മാത്രമേ ഉറപ്പു നൽകാൻ കഴിയൂ. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് മാത്രമേ ഹിമാചലിനെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കൂവെന്നും മോദി.
ബോളിവുഡിനെ ഞെട്ടിച്ച് കാന്താര. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 100 കോടി ക്ലബിനരികെ. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും പ്രധാന വേഷത്തിലുമെത്തിയ ചിത്രം കഴിഞ്ഞ ആഴ്ച 76 കോടി പിന്നിട്ടിരുന്നു. മികച്ച പ്രതികരണം നേടിയ ചിത്രത്തിന്റെ തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം പതിപ്പുകൾ പ്രദർശനം തുടരുകയാണ്. സുമേഷും രാഹുലും ശിവതയും പ്രധാന വേഷത്തിലെത്തുന്ന ജവാനും മുല്ലപ്പൂവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തി. നവാഗതനായ രഘു മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് വിനോദ് ഉണ്ണിത്താനും സമീർ സെട്ടും ചേർന്നാണ്. കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കുന്നത് സുരേഷ് കൃഷ്ണയാണ്. ഷാരോണിനെ കോളേജിൽ വെച്ചും കൊല്ലാൻ ശ്രമിച്ചതായി പ്രതി ഗ്രീഷ്മ. ജ്യൂസിൽ ഡോളോ ഗുളിക കലർത്തി നൽകിയതായി ഗ്രീഷ്മ മൊഴി നൽകി. ഗ്രീഷ്മയുമായി കന്യാകുമാരി ജില്ലയിലെ നെയ്യൂരിലെ ഷാരോൺ പഠിച്ച കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷാരോൺ കൊലപാതക കേസ് തമിഴ്നാടിന് കൈമാറുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവി അനിൽ കാന്ത്. എജിയുടെ നിയമോപദേശം കയ്യിൽ കിട്ടിയിട്ടില്ല. നിയമോപദേശം ലഭിച്ച ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും പോലീസ് മേധാവി. സംസ്ഥാനത്തെ 505 ഗ്രാമപഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 താൽക്കാലിക തസ്തിക അനുവദിച്ച് മന്ത്രിസഭായോഗം. കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന മാനദണ്ഡങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിധേയമായിരിക്കും നിയമനം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.